ഇവർ ബാഹുര്യനാണ്, ധനുവച്ചൂരിന് സ്വദേശിയാണ്, ദേശീയ ഗായിക. ഞാനിപ്പോൾ നിൽക്കുന്ന ധനുവച്ചൂരും ടാരിക്കുളുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇന്നലെ ഉത്സവം തുടങ്ങി, 10-ാം തീയതി ഉത്സവം തുടങ്ങി. ഇന്ന് 2ാമത്തെ ദിവസമാണ് ഉത്സവം ആരംഭിക്കുന്നത്. ജനുവരി 10 മുതൽ 14 വരെയാണ് ഉത്സവം. മകരവിളക്കിൻ്റെ പ്രമാണിച്ചുള്ള ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന പച്ച, ചുവപ്പ്, മഞ്ഞ, നീല, വെള്ള എന്ന പ്രകാശത്തിലുള്ള ലൈറ്റാണ്. കൗതുകമായിട്ടുള്ള ലൈറ്റാണ്. ആര് കണ്ടാലും ഒന്നും നോക്കാതെ പോകില്ല. അത്ര 200 മീറ്ററിലാണല്ലേ ഈ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അത്ര കാണാൻ ഭംഗിയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൗതുകമായിട്ടുള്ള ക്ഷേത്രമാണ്. ചെറുതിലെ ഒരു ഓലക്കെട്ടിടമായിരുന്നു, പിന്നെ ഓടായി, പിന്നെ ഇപ്പോൾ തറ കെട്ടിടത്തിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അയ്യപ്പ ക്ഷേത്രം പോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യം നടക്കുമെന്നാണ്, വിളിച്ചു കഴിഞ്ഞാൽ പറയുന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാൽ അത്ര കൗതുകമായിട്ട് ഒരു ചെറിയ ക്ഷേത്രമായിരുന്നു പണ്ട് കാലത്ത്. അതിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ചെരക്കുളം. പച്ച കൊണ്ട് നിറഞ്ഞ ഒരു വയലിൻ്റെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നടക്കുന്ന ആ ലൈവിൻ്റെ പ്രോഗ്രാമത്തിലേക്ക് പോകാം. ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രമാണ്. വിളിച്ച വിളി കേൾക്കുന്ന ക്ഷേത്രമാണ്. കർത്താവിനെ, അയ്യപ്പനെ വിളിച്ച വിളി കേൾക്കുന്ന ക്ഷേത്രമെന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളത്തിലെല്ലാം നമുക്ക് പോകാം. ലൈറ്റിൻ്റെ മഞ്ഞ ലൈറ്റ് കാണുമ്പോൾ സ്വർണ്ണ കളർ തന്നെ മിനുങ്ങുന്ന പ്രകാശമാണ്. നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. 10 ജനങ്ങൾ തൊഴാനുണ്ടെന്ന് തന്നെ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത. ഇപ്പോൾ ലൈവാണ്, ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് പോകാം. ക്ഷേത്രത്തിൽ ഇത് റോഡ് പോയ പഞ്ചായത്ത് ജംഗ്ഷനിലേക്ക് പോകും. അതിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ നടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത്ര മനോഹരമായൊരു വയലിൻ്റെ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന. കൗതുകമായിട്ട് പച്ചകൊണ്ട് വൃക്ഷങ്ങളുള്ള സ്ഥലത്താണ്. ഒരു കൊച്ചു ഗ്രാമമെന്ന് പറയാം. പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെ തന്നെ ഒരു 200 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് അകത്തേക്ക് പോകാം. നൂറിൽമിട്ട് മുമ്പിലോട്ട് തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ്. 2 സൈഡിലും അത് കാണുമ്പോൾ ഒരു സ്റ്റേജ്, ഒരു ചെറിയ സ്റ്റേജും ആ കുളവും അമ്പലത്തിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ കുളവും കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സമൂഹത്തിൻ്റെ പ്രത്യേക ഒരു മാറ്റം സംഭവിക്കുന്ന. ചുവപ്പ്, പച്ച, നീല, മഞ്ഞ ലൈറ്റെല്ലാം ചെറിയ ചെയ്തിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ തന്നെ പോകാം. ഇനി നമുക്ക് മുമ്പോട്ട് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലോട്ടേക്ക് കയറാം. അകത്തേക്ക് കയറാനുള്ള സാധ്യതയാണ്. ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോകും. കാവിൻ്റെ ആ ദൃശ്യങ്ങൾ, ശാസ്താവ് ക്ഷേത്രമാണ് പറയുന്ന കാര്യം നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിൻ്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കിനി പോകാം. പഴയൊരു ചെറിയ ഓല ക്ഷേത്രമായിരുന്നു, ഇപ്പോൾ അത് ഓടായി, ഇപ്പോൾ ടർഫായി. ദൃശ്യങ്ങൾ തന്നെ പോകാം ക്ഷേത്രത്തിന്.
ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തുകൂടി അകത്തേക്ക് നമ്മൾ കയറി. അവിടെ നിന്നും നല്ല അന്തരീക്ഷമാണ്, തണുത്ത അന്തരീക്ഷമാണ് അനുഭവപ്പെടാൻ നമുക്ക് മനസ്സിലാക്കാം. നടയുടെ ഫ്രണ്ടിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഉദ്ദേശിക്കുന്നില്ല എൻ്റെ വാർത്ത നൽകുന്നത്. അങ്ങനെ കൗതുകമായിട്ടുള്ള ഒരു കുളം, അമ്പലം, അതിൻ്റെ അടുത്തുള്ള ക്ഷേത്രം, സാസാ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ. കൗതുകമായിട്ടുള്ള കാലാവസ്ഥ അതെല്ലാം നോക്കി ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ജനുവരി 10 മുതൽ 14 വരെയാണ് ഒരു ഉത്സവം എന്ന് പറയാം. അന്നത്തോടെ മണ്ഡല പൂജ കഴിയുന്നതോടെ ഉത്സവം സമാപിക്കും. വൈകുന്നേരം സമ്മേളനമുണ്ട്. സമ്മേളനമാണ് ലാസ്റ്റ് ഘട്ടം. അതോടെ കഴിയുന്നു. ഉച്ചയ്ക്ക് 1-ന് അന്നദാനം ഉണ്ടായിരുന്നു. നാളെ അന്നദാനം ഉണ്ടായിരുന്നു. 10 ജനങ്ങൾ. രാവിലെ കാപ്പിയുണ്ട്. അതുപോലെ വൈകുന്നേരം കാപ്പി ഉണ്ടെന്ന് തന്നെ പറയാം. 10 ജനങ്ങളുടെ വൻ തിരക്ക് അനുഭവപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകി. അത്ര പറയുന്ന കാര്യം നടക്കുന്ന സാസാ ക്ഷേത്രത്തിനോട് ഏത് കാര്യം അയ്യപ്പനോട് പറഞ്ഞ ആ കാര്യം നടക്കുന്ന ഒരു സംഭവമാണ് ഈ ക്ഷേത്രം. അത്ര കൗതുകമാറ്റ ക്ഷേത്രമാണ്. പഞ്ചായത്ത് അവിടെ നിന്നും 200 മീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യണമെന്ന് പറയും. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്നത്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹ്ലി.